വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. വേറെ ഒന്നുമല്ല കേട്ടോ, എന്നാൽ വീട്ടിലല്ലല്ലോ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ തറവാട്ടിൽ നിന്നാണ്. അപ്പോൾ അവിടെയാണ് കുക്കിങ് കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ട് നടക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിലാകുമ്പോഴല്ല നമ്മുടെ ഡെയിലി വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ പെൻഡിങ്ങിൽ എടുക്കുകയാണ്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. വീഡിയോ എടുക്കാണ്ട് മനസ്സങ്ങോട്ട് ആയില്ല. അതാണ് ഒരുപാട് കാര്യങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതായിപ്പോഴേ ആകെ പോയിട്ടൊരു നിരാശപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ദൈവം വിളിച്ചാൽ പോകണ്ടേ, അത് വേറെ കാര്യം. ഇത്രയും നിങ്ങൾക്ക് അവരെ കിട്ടിയില്ലേ എന്ന് ആലോചിക്കുമ്പോൾ സമാധാനപ്പെടാം. അത്രയൊക്കെ പെടാൻ പറ്റുള്ളൂ. എനിക്കൊന്നും ഇത്രയും വർഷമൊന്നും എൻ്റെ അച്ഛനമ്മേനെ കാണാനുള്ള ഭാഗ്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ ഇത്രയും വർഷം നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളൊക്കെ എത്രയോ ചെറുപ്രായത്തിൽ തന്നെ അനാഥകളായി. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പോത്തന്മാരായില്ലേ. എത്ര വയസ്സായാലും അച്ഛനമ്മല്ലേ എന്നുള്ളൊരു വിഷമം ഇല്ലാന്നല്ല. അപ്പൊ ഞങ്ങൾ 15 വയസ്സിൽ അച്ഛൻ ഇല്ലാണ്ടായുള്ള വിഷമം ആലോചിക്കും. അതുകൊണ്ട് അപ്പോൾ എത്രയോ കുട്ടികൾ ഇപ്പം എനിക്ക് എൻ്റെ 15 ആകുമ്പോൾ അതിനേക്കാൾ എത്രയോ ജനിച്ചു വരുമ്പോഴേ അച്ഛനും അമ്മ ഇല്ലാത്ത എത്രയോ മക്കളുണ്ട്. അപ്പം അതൊക്കെ എന്താ ചെയ്യുക, നമ്മളെ തലയിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാരണം നമ്മൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ പറയുമ്പോൾ എന്താ പറയുന്നില്ല, പൊന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്സ്, ഒരു ലിപ് ബാമിൻ്റെ ഷോർട്സ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ നെഗറ്റീവ് കമൻറ്റുകൾ കുറേ വന്നിട്ടുണ്ട്. ഇതിന് ഭേദം നീ നിരപ്പായാലിരിക്കാണ്ടിരിക്കുന്നുണ്ട്, നീ എന്താണ് ഇരുന്ന് വീഡിയോ എടുക്കാനാണെങ്കിൽ. അപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ ജോലി ഒരു വശത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾക്ക് അച്ഛമ്മ മരിച്ചു, അത് കഴിഞ്ഞു. പക്ഷേ അതവിടെ ഇരിക്കാൻ അവൾ സമ്മതിച്ചു എന്നുള്ളതാണ് എനിക്കൊരു പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ കല്യാണം കഴിച്ചു കൊടുത്ത പെൺകുട്ടിയാണ്. അപ്പോൾ അവളെ ചെറിയ എന്താ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടിയാണ് കാർത്തു. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഇതാക്കി അവളവിടെ ഇരിക്കണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കണുള്ളൂ. വേറെ ഒന്നും ചിന്തിക്കുന്നത് വെച്ചാൽ ഇന്നത്തെ സ്വന്തം മക്കളിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നല്ലത് വീഡിയോ ഇട്ടാലാണ് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും. നിങ്ങളുടെ പ്രൊമോഷനാണ് ആ വീഡിയോ എന്ന് ഏത് കണ്ടുപോട്ടെന്ന് പറയാലോ. 21-ാം തീയതി ചെയ്തു കൊടുക്കേണ്ട പ്രൊമോഷനാണ്. 21-ാം തീയതി അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. കാർത്തൂര് നല്ല പനിയും കപ്പക്കെട്ടേക്കാനും അന്ന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. 22-ാം തീയതി ചെയ്യാന്ന് വെച്ചപ്പോഴാണ് അച്ഛമ്മ മരിച്ചത്. 22 കഴിഞ്ഞ് 23 കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരാളിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഇപ്പം ഈ കമൻ്റ് ഇട്ട് നിങ്ങളൊരാൾക്ക് കാശ് കൊടുത്തിട്ട് പ്രൊഡക്റ്റ് ഇപ്പം പരസ്യം ഞാൻ കൊടുക്കുമ്പോൾ ആ ഉള്ള അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയേണ്ട കാര്യമില്ല. മനസ്സിലായോ? അതൊക്കെ സ്വാഭാവികമാണ്, പല അവസ്ഥകളും വരും. പക്ഷേ നമ്മൾ കൊടുത്ത കാശ് ഉണ്ടെങ്കിൽ നമ്മളൊരാളുകൾക്ക് ഒരു ജോലി ഏൽപ്പിച്ച് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നാണ് നമ്മൾ ചിന്തിക്കല്ലേ. അപ്പോൾ പൊന്നുവിന് അവർ വിളിച്ചുകൊണ്ടേ ഇരിക്കുക, ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അടിയന്തരത്തിന് അന്ന് അടിയന്തരാണ് അമ്മ മരിച്ച അന്ന് തന്നെ ചെയ്യണമെന്ന് വെച്ചിട്ട് ഇരുന്ന പൊന്നു പിറ്റേ ദിവസത്തേക്ക് ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണ് അത്. നമ്മളത് ഒരു പരസ്യം നമ്മൾ ക്യാൻസലായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടില്ല. ഞങ്ങളുടെ തൊഴിൽ അതാണെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങളുടേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ എന്ന് പറയില്ലേ. സർക്കസിലെ കോമാളികൾ എന്താണെന്ന് എന്തൊക്കെ നടന്നാലും ഞങ്ങൾക്ക് ചിരിച്ചിരിക്കുക എന്നുള്ളതിനെ പറ്റി എനിക്ക് ഈ വീഡിയോ എടുത്തേ പറ്റൂ. നമുക്ക് വിഷമിച്ചിരിക്കാൻ ജീവിക്കേണ്ട ചെറിയ മക്കളും കാര്യങ്ങളൊക്കെ അല്ലേ. നമുക്ക് നമ്മുടേതായ ചെലവും കാര്യങ്ങളൊക്കെ ഇല്ലേ. നിങ്ങള് എല്ലാം അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരും കൊടുന്നു തരാനില്ല, വേറെ ആരും കൊടുന്നു തരാം. നിങ്ങൾക്ക് ഈ കിട്ടണത് തന്നെയാണ് നിങ്ങളുടെ ജീവിതമാർഗം. അപ്പം അതിന് അച്ഛനമ്മ മരിച്ച് 10 ദിവസം 5 ദിവസം നമ്മൾ വീട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ലോൺ അടയ്ക്കാനും കാര്യങ്ങളും അല്ല. കാരണം മാർച്ച് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ലാസ്റ്റ് അടയ്ക്കേണ്ട കാര്യങ്ങളും ഇപ്പോൾ വീടിൻ്റെ ലോൺ കുറച്ചായിട്ട് അടയ്ക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം. അപ്പോൾ ഇത് ലാസ്റ്റ് ആകുമ്പോൾ അപ്പോൾ അത് കുറച്ചിങ്ങനെ നമുക്ക് അടയ്ക്കണം. അപ്പോൾ ഇതൊന്നും ചെയ്യാണ്ട് ഇന്ന് നമുക്കൊന്നിനും പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്താലാണ് നമുക്ക് നമ്മുടെ വീടിൻ്റെ ലോണായാലും കാറിൻ്റെ ലോണുകൾ ഇതൊക്കെ നമുക്കിത് ഈ കിട്ടുന്ന സാലറിയിൽ നിന്ന് വേണം അടഞ്ഞു പോകണമെങ്കിൽ. അതേപോലെയാണ് പൊന്നൂൻ്റെ ആയാലും. പൊന്നൂന് കുറേ പൊന്നൂൻ്റേതായ അവരൊറ്റയ്ക്ക് ജീവിക്കണതാണ്. അവർക്ക് ആരും സപ്പോർട്ട് ചെയ്യുന്ന അവളുടെ വീട്ടൊന്നുമില്ല, അവൻ്റെ വീട്ടൊന്നും സപ്പോർട്ടില്ല. അവർ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. വീടിൻ്റെ റെൻറ്റ് കൊടുക്കണം, അതിൻ്റെ കുട്ടികളുടെ അസുഖം നോക്കണം, കാറിൻ്റെ EMI അടയ്ക്കണം. അങ്ങനെ അവർക്ക് അവരുടേതായ ഒരുപാട് ബാധ്യതകളുണ്ട്. പറഞ്ഞു വന്നത് നെഗറ്റീവ് ഇട്ടോളെ പറഞ്ഞിട്ടല്ല, എല്ലാറ്റിൻ്റെ മുകളിൽ കയറി നിരങ്ങരുത്. എന്താ വെച്ചാൽ നിങ്ങളുടെ ജീവിതമാർഗം എന്ന് വീണ്ടും പറഞ്ഞതാണ്. അപ്പോൾ അതങ്ങനെ ഇനിയിപ്പോൾ അടുത്തേക്ക് പോവാം. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പറയണവരത് എന്തെന്നായാലും സാഹചര്യങ്ങളും ആലോചിക്കണം. നമ്മൾ ഇങ്ങനെ ഈ സമയത്ത് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യം എന്താണെന്നെങ്കിലും നിങ്ങൾ ചിന്തിക്കണം. അല്ലാണ്ട് നമുക്കിത് മനസ്സിലായി വേറെ ഒരു കാര്യങ്ങളും ഇല്ല. നമുക്കിത് ഈ ഒരു കാര്യത്തിൽ നിന്ന് വേണം നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു പ്രൊമോഷൻ വീഡിയോ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ
ആ പ്രൊമോഷൻകാർ തൊയ്യലും തരും. എന്താ വെച്ചാൽ അത് അവര് നമുക്ക് തരുന്നത് പ്രൊമോഷൻ ചെയ്യാൻ. അപ്പൊ അവർക്കൊരു ആവശ്യമാണ്. അവരെ കുറ്റം. അതിപ്പോ നമ്മളൊരാൾക്ക് കാശ് കൊടുത്തു ചെയ്യാൻ പറഞ്ഞു, അത് അവർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ക്ഷമിക്കും. ആ അച്ഛമ്മ മരിച്ച അപ്പൊ ഓക്കെ സെറ്റ്. അത് നമ്മൾ എത്ര ദിവസം അവരോട് പറയും? കുറെ കാര്യങ്ങളും ഉണ്ട്. നമ്മള് നമ്മുടെ കാര്യം മാത്രം നോക്കിയിട്ട് കാര്യം. നമ്മുടെ ഉണ്ണികളുണ്ട്, അവർക്ക് സ്കൂളിൽ ഫീസ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ട്യൂഷൻ ഫീസ് കാര്യങ്ങളും എല്ലാതും നമുക്ക് ഇതിൽ നിന്ന് കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ഒന്നും വീഡിയോ ഇടണില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്മാറി ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വേറെ നെഗറ്റീവ് കൊണ്ടുവരുന്നവർക്ക് നെഗറ്റീവ് കൊണ്ടുവരാം. നമ്മളൊരു ആവശ്യം നേരത്തെ നമ്മളുണ്ടായിരുന്നോ ഇല്ലേന്ന് മാത്രമാണ് ഞങ്ങൾ നോക്കാറ്. അത് ഞങ്ങളുടെ ആത്മാർത്ഥതയിൽ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളോട് പറ്റണത് ഞമ്മക്കിപ്പോ വലിയ അറ്റങ്ങളോ കാര്യങ്ങളോ ഒരാളും ഞങ്ങൾക്ക് ഒരാവശ്യത്തിന് ഒരാളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും പറയണേ ഞങ്ങളെ പോലെ ഒരു ആവശ്യം വന്നൊരു ഉണ്ടായിണ്ടോ ചോദിച്ചാൽ അത്രയും സാഹചര്യങ്ങളിലൂടെ പോയിട്ടുള്ള ഒരു വ്യക്തികളാണ് ഞാനായാലും അന്വേഷണമായാലും. മക്കൾക്ക് അസുഖമായിട്ടും എനിക്കൊരു 5-10 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടായാലും എൻ്റെ ലാസ്റ്റ് 2 അതൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് നേരിട്ടത്. ഞങ്ങൾക്ക് ആരും സപ്പോർട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടി ഞങ്ങളത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അച്ഛന് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് പറ്റാവുന്ന കാര്യം അപ്പോൾ ആർക്കും സ്വന്തം മക്കൾ ചെയ്യാത്തോടത്ത് പൊന്നിനിപ്പോൾ അവിടെ ഇരിക്കുക കാര്യം ചെയ്യുക അതൊന്നും പൊന്നിന് ആവശ്യമില്ല. എന്താ വെച്ചാൽ അവൾക്ക് അവളുടെ കുടുംബമുണ്ട്, കാര്യങ്ങളുണ്ട്. എന്നിട്ടും പൊന്നിനോട് ചോദിച്ചു, പൊന്നു സമ്മതിച്ചു. എനിക്കറിയാം പൊന്നു സമ്മതിക്കുന്നു. ഞാനായാലും പറയണത് എന്താ, നമുക്ക് പൊന്നിനോട് തന്നപ്പോൾ പൊന്നു വന്നാലോ എനിക്ക് അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് മാത്രമേ ഇനി ചെയ്തു കൊടുക്കാനുള്ളൂ. നമ്മളൊന്നും 10 ലക്ഷം 5 ലക്ഷം 25 ലക്ഷം കൈപ്പറ്റിയിട്ടൊന്നും അല്ല നമ്മളത് എൻ്റെ പൊന്നു ചെയ്യാതിരിക്കുന്നത്. പൊന്നു എന്താ പറഞ്ഞോ അച്ഛമ്മയ്ക്ക് ലാസ്റ്റായിട്ട് ഇത് ചെയ്ത് കൊടുക്കാനുള്ളൂ. അപ്പം അത് ഞാൻ ചെയ്തു കൊടുക്കാം, എനിക്ക് കുഴപ്പമില്ല. മക്കളും ചെയ്യാത്ത കാലത്താണ് പേരക്കുട്ടി ചെയ്യണത്. അത് കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഇല്ലാന്നൊന്നും മണ്ടല്ല നെൽപ്പായൽ കഴിച്ച പൊന്നുവിനെ സംബന്ധിച്ച് പൊന്നു ഓർമ്മ വെച്ച് പിന്നെ പൊന്നുവിനെ കട്ടിലുമ്പോൾ കിടക്കുമ്പോൾ അല്ലാണ്ട് കിടക്കണ ആളല്ല അവള്. അപ്പൊ അവള് കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് ഇപ്പൊ നെൽപ്പായൽ ഇരിക്കണ കാലം. ഇപ്പൊ അതിന്റെ ഒക്കെ പുറമെ കാർത്തൂനെ പോലെ 2-2.5 വയസ്സായ കുട്ടീനെ അതും കൂടി കാണണല്ലോ. അത് കുട്ടീനെ എപ്പോഴും കുട്ടി അതേമാതിരി കിടക്കുക കാര്യങ്ങളൊക്കെ ചെയ്യല്ലോ. അപ്പൊ അവൾക്ക് അവിടെ ഇരിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നിനും പറ്റില്ല. അപ്പോൾ അവളവിടെ പിന്നെ അവളുടെ ജീവിതം മറക്കാണ് വീഡിയോ ഇടുക എന്നുള്ളത്. അതുപോലെ അവൾക്ക് പറ്റില്ല. 5-10 ദിവസം അതും അവള് പെറ്റാണ്ടാണ് അവിടെ ഇരിക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് വിഷമമുണ്ട്. നമുക്ക് നല്ല വിഷമമുണ്ട്. അവരെ സഹായിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ മോൾക്ക് ഒന്നും കൊടുക്കാനോ സഹായിക്കാനോ നമുക്ക് പറ്റില്ല. പക്ഷെ അവള് അന്വേണ്ട അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവള് ചെയ്യണത്. അത് അച്ഛൻ്റെ അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ്റെ ഷേബിയും കൂടി അതിന് സഹകരിക്കണോണ്ടാണ് നമുക്കത് പറ്റിയത്. അതും പറയാലോ. അപ്പൊ അച്ഛൻ്റെ അമ്മയ്ക്ക് അവളുടെ ജീവിത മാർഗത്തിനോട് പ്രശ്നമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇരുന്നതിന് ആരും നല്ലതല്ല പറഞ്ഞു നെഗറ്റീവ് കൊണ്ടുവരിക. നെഗറ്റീവ് പിന്നെ ആരോ പറഞ്ഞ അവരുടെ മോളിക്ക് ഇരുന്നോണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവരോട് പോയി ചോദിക്കാമല്ലോ. അമ്മയെ തല്ലിയ 2 പക്ഷം എന്ന് പറഞ്ഞ മാതിരി അത് കാര്യമില്ല. പക്ഷെ നമുക്ക് അവൾക്ക് കേട്ടിട്ട് അവൾ എന്നോട് വിഷമിച്ചിട്ട് പോയി നമ്മ ഇനിയാണ് പോയി പറഞ്ഞ പണിയൊക്കെ പറയണേ. നമുക്ക് അതൊരു വിഷയമായിരുന്നു. നമുക്ക് ജീവിക്കണ്ടേ, ഞങ്ങൾക്ക് ഇവിടുന്ന് മുന്നോട്ട് ജീവിക്കണേ. ഞങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങളുടെ ജീവിതം മാറി. കാരണം ഞങ്ങൾ പറയും ഇപ്പോൾ ഈ വിഷയമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്ന് വെച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു ഇതൊക്കെ വന്നു. പക്ഷേ പിന്നെ ദൈവം വിചാരിച്ചിട്ടുണ്ടാവും ഇനി ഒരുപാടൊന്നും ആർക്കും വേണ്ടി കഷ്ടപ്പെടണ്ട. അപ്പം ഉള്ളതല്ല. അപ്പം ഞാൻ അതുതന്നെ വിചാരിച്ചു. പക്ഷെ അമ്മ ഇത്ര വേഗം മരിക്കും അങ്ങനെയുള്ള ധാരണയല്ല. എന്നാൽ പോലും ഞാൻ പറഞ്ഞത് എന്നോട് നമുക്ക് ചെയ്യാൻ പറ്റും. ജീവിച്ച കാലം എന്തായാലും അമ്മ ഇനി ജീവിക്കില്ല. നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ചെയ്യാൻ പറ്റാണ് പിന്നെ ഇരുന്നിട്ട് നമ്മൾ ന്യായീകരിച്ചിട്ടോ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ന്യായീകരണങ്ങൾക്കൊന്നും ഒരു കാര്യമില്ല. സത്യം ഞാൻ പറഞ്ഞത്. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അവർക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് ന്യായീകരിച്ചിട്ടുള്ളൂ ആ ന്യായീകരണത്തിന് ഒരു വാല്യൂ ഇല്ല. അല്ല മരിക്കണ വരെയുള്ള കാര്യങ്ങളല്ല, മരിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും നമ്മളിതൊന്നും ന്യായീകരണത്തിനോ യാതൊരു പ്രശസ്തിയില്ല. അപ്പൊ ഞാൻ എൻ്റെ മോളിരുന്നത് അവളുടെ അച്ഛമ്മയ്ക്ക് വേണ്ടി അവളുടെ അടുത്തേക്കാണ് വന്ന് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അവൾ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ ഇരിക്കും, പ്രശ്നമില്ല, എനിക്ക് അച്ഛമ്മയ്ക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യാൻ ഞാൻ ചെയ്യാം. ഞങ്ങൾക്ക് തന്നെ വിഷമമുണ്ട്. അവള് ചൂടെടുത്തിട്ട് ദൈവം സഹായിച്ച് ഞങ്ങൾ ഒരുപാട് കോടീശ്വരന്മാരെ കാശുകാരൻ അവളുള്ളത്. അവരുടെ റൂമിൽ AC കിടന്നു. അങ്ങനെ നല്ല ചൂടാ. അവൾക്ക് അധികം ഫാനോ കാരണമൊന്നും ഇടാണ്ട് അവിടെ തല വേറെ അവൾക്ക് അവക്കട്ടും ചുമയൊക്കെ വേണ്ടി തല രാവിലെ 5 നനയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവൾ നിൽക്കുന്നത്. പച്ചറത്തിൽ വിളിക്കാത്ത അവൾ പറഞ്ഞ വിറച്ചിരുന്നു. അപ്പോൾ അതൊക്കെ
നമ്മളോരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവളതിന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു എന്നുള്ള. ഞങ്ങൾക്ക് തന്നെ അവിടെ പോകുമ്പോൾ ചില വിഷമം അവളങ്ങനെ നിലത്ത് കിടക്കുന്ന കാണുമ്പോ. പിന്നെ കാർത്തി പറഞ്ഞവര് ഒരു മക്കള് പോലും ചെയ്യാത്തോടത്താണ് മുത്തശ്ശീനെ കൈ ഒഴിഞ്ഞു കൊടുക്കലും കാലൊഴിഞ്ഞു കൊടുക്കലും ടീച്ചറമ്മേന്ന് വിളിക്കുക. മുത്തശ്ശി ഈ കാത്തു ഇങ്ങനെ റൂമിൽ വരുമ്പോ മുത്തശ്ശിക്ക് ടീച്ചർ വന്നാ, ടീച്ചർ നിക്കുളേ പോയില്ലേ, ടീച്ചറേന്ന് വിളിക്കുക. ടീച്ചർക്ക് നല്ല അല്ല, കാർത്തൂന് നല്ല വിഷമമുണ്ട്, അവിടെയൊക്കെ തെരഞ്ഞു കിടക്കുകയാണ് എപ്പോഴും. അല്ല അവൾക്കെല്ലാം അറിയാട്ടോ, അവൾ ഭയങ്കര മിടുക്കി കുട്ടിയാ. അവള് അമ്മനെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബാക്കിൽ കുളിപ്പിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ അവള് നിന്ന് നോക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ അച്ഛനെ വെച്ചോടത്ത് തന്നെയാണ് അമ്മേനെ വെച്ചത്. അപ്പൊ ഇത്ര ദിവസം അച്ഛനെ വെച്ചോടത്തോടെ നമ്മൾ അതോടെ പോയി ഇതോടൊക്കെ പോകുമ്പോൾ എന്നോട് പറയും അച്ചച്ച മുത്തശ്ശി മച്ചു വാവു മച്ചു അങ്ങനെ പറയും. ഇപ്പൊ അതായത് ഇപ്പൊ 2 ദിവസം മുന്നേ ഞാൻ അത് പറയുമ്പോ അമ്മമ്മ മുത്തശ്ശി എന്നിട്ട് എന്റെ മുഖത്ത് വെക്കുക അമ്മമ്മ പായേ അതാരാ അമ്മമ്മ പറയും. ഇപ്പൊ എന്താ പറയണ്ടേന്നല്ലേ മുത്തശ്ശിന് വെച്ചിരുന്നു. അപ്പൊ ഞാൻ മുത്തശ്ശി ഉണ്ടിട്ടുണ്ട് അവിടെ നിന്നാണ്. മുത്തശ്ശി അപ്പോൾ എന്താ പറയാ, എന്നാലും അമ്മയെ സംബന്ധിച്ച് മക്കളെയും പേരക്കുട്ടികളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണാൻ പറ്റി. നമുക്കൊക്കെ അതുപോലെ ഒന്നും ഭാഗ്യങ്ങൾ ഉണ്ടാവില്ല. അത്രയ്ക്കും ഭാഗ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതന്നെ വലിയ ഭാഗ്യം. അത് ഈ കുണക്കിക്കും നല്ല കപക്കെട്ടാട്ടോ. എല്ലാവർക്കും തലവേർത്തിട്ട് രാവിലത്തെ കുളിയും കാര്യങ്ങളും പിന്നെ ഈ തലവേർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ മരുന്ന് മേടിച്ചിട്ട് എന്താ മരുന്ന് 4 ദിവസത്തെ മരുന്ന് 1000 രൂപയാണ്. അപ്പൊ ആ മരുന്നൊക്കെ മേടിച്ചു ഉണിക്ക് എനിക്കിപ്പോ സംസാരിച്ച് വരുമ്പോ എന്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി. എന്താ വെച്ചാൽ ഈ തല വേർത്തതിന് ഭയങ്കര ബുദ്ധിമുട്ട്, കപക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഓരോ കാര്യങ്ങളും എന്നാലും നമുക്ക് തന്നെ മാനസികമായിട്ടുള്ളൊരു എല്ലാവരും ഉള്ളപ്പോൾ ഇങ്ങനെ ചെറുക്കണ പറയുക. പിന്നെ നമ്മളിങ്ങനെ ഒറ്റപ്പെടുമ്പോൾ എന്തോ ഒരു ലൈഫിന് എന്തോ ഒരു നഷ്ടപ്പെടലൊരു ഫീലിങ്സ് എന്താ നല്ലത്. നമ്മൾ പറയും ഇപ്പം അടുത്തെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ എന്നും അമ്മേനെ പോയി കണ്ടുകൊണ്ടിരുന്നോണ്ടായിരിക്കാം ഒരു മിസ്സിങ് എന്താണ്. പോയാലും ഞങ്ങൾ അത്ര സ്നേഹത്തോടെ ചീത്തൊക്കെ പറയും. എന്നാലും ലാസ്റ്റൊക്കെ ആകുമ്പോൾ സംഗീത നീ വരുമോ, പോയിട്ട് വരുമോ, ഇപ്പം തന്നെ വരുമോ, കുറച്ച് നേരം ഇവിടെ വന്നിരിക്കുമോ അങ്ങനെ ചോദിച്ചു തുടങ്ങി. അപ്പം അമ്മയ്ക്ക് നേരം പോകാണ്ടായിരിക്കാം എന്താണെന്നല്ല. അപ്പം എന്നാലും നമുക്കതൊരു കാലഘട്ടത്തിൽ തീരെ അടുപ്പില്ലാത്ത ഒരാൾ ലാസ്റ്റോട് കൂടിയിട്ട് നമ്മളോട് സ്നേഹം അല്ലെങ്കിൽ ഒരു അടുപ്പം കാണിച്ചപ്പോൾ നമുക്കതൊരു നിരാശയും വിഷമവും കാര്യങ്ങളൊക്കെ ലാസ്റ്റായപ്പോൾ നമ്മളെ സ്നേഹിക്കാന്നുള്ളൊരു മനോഭാവം വന്നല്ലോ. അത് മതി, അതാണ് ഏറ്റവും വലുത്. ലാസ്റ്റ് ആകുമ്പോൾ വെറുക്കല്ല ചെയ്ത് നമ്മുടെ പേര് വിളിക്കാനും നമ്മളതിനെ വേണമെന്നുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഒരു കാലഘട്ടത്തിൽ ഭയങ്കര അകലച്ചായിട്ട് നിന്ന് ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ അങ്ങനെ അച്ഛനും അമ്മയൊന്നും അധികം കൂടിയ കാരണം ചെയ്തില്ല. ബട്ട് ലാസ്റ്റ് ആകുമ്പോൾ അച്ഛനും അമ്മയും ഓരോ കാര്യങ്ങൾക്ക് വന്നു തുടങ്ങി. ലാസ്റ്റ് ആകുമ്പോഴേക്കും അച്ഛൻ മരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്നെ എന്നും കാണാൻ വരുമോ എന്ന് ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. എന്നും കാണാൻ വരും. കണ്ട പോലെ 2-2 മണിക്കൂർ അവിടെ ഇരിക്കണേ. പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മുഖം കയറ്റി പിടിക്കും അങ്ങനെ. അപ്പോൾ അതാണ് നമ്മൾ ഒരു വശം സന്തോഷമായിട്ടോ നമുക്ക് ലാസ്റ്റ് അമ്മയുടെ അടുത്ത് ഉണ്ടാവാൻ പറ്റി എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. പിന്നെ അവർക്കും അധികം ബുദ്ധിമുട്ടില്ലാണ്ട് അതാണ് അമ്മയുടെ ഒരു കാര്യം എന്താ വെച്ചാൽ അമ്മയ്ക്ക് ടെൻഷൻ കൂടുതലാണ്, മരിക്കാനൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പം ഞങ്ങളത് ചിന്തിച്ചു. അമ്മ ആ ഉറക്കത്തിൽ പോയത് നന്നായി, അമ്മ അങ്ങനെ എപ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊന്നും അറിഞ്ഞില്ല. അമ്മ ആ ഉറക്കത്തിൽ പോയത് നന്നായത് ഞാൻ ചിന്തിച്ചു കേട്ടോ, വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ടോ ശ്വാസതടസ്സോ എന്നെ വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഐസിയിലൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ചുരുക്കം അമ്മനെ ഓർമ്മ ആംബുലൻസ് കൊണ്ടായാലും അമ്മ പേടിച്ചല്ലേ. അച്ഛനങ്ങനെ ആംബുലൻസിൽ കൊണ്ടിട്ട് പിന്നെ അച്ഛൻ വന്ന് ഇങ്ങനെയല്ലേ പിന്നെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അമ്മ ഇതിന് ഏറെ ടെൻഷൻ അടിക്കും, പേടിച്ച. അപ്പോൾ അതൊന്നുമില്ല, അമ്മ അച്ഛൻ്റെ വെച്ച സൈഡിലാണ്, അമ്മയുടെ റൂമിൻ്റെ സൈഡിലാണ് അച്ഛന് വെച്ചിട്ടുണ്ടായത്. ആ സൈഡിലേക്ക് എന്നെ ചെരിഞ്ഞ് കിടന്ന് അങ്ങനെ എനിക്ക് അച്ഛനെ പ്രാർത്ഥിച്ച് കിടന്ന് അങ്ങനെ കൈ ഇങ്ങനെ കൂപ്പി എടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ അമ്മ കൈ കൂപ്പി കിടക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ കൈ കൂപ്പിയിട്ടൊക്കെ ഇടുന്നിരുന്നല്ലേ. അത് ശരി, അമ്മ അങ്ങനെ കൈ കൂപ്പിയിട്ട് നമ്മൾ ചിലവർ ഇങ്ങനെ കിടന്നുറങ്ങും, പക്ഷെ അമ്മ അങ്ങനെ കിടന്നുറങ്ങാനല്ല. അച്ഛൻ പിന്നെ എപ്പോഴും ദൈവത്തിനെ വിളിക്കുമ്പോൾ ഇങ്ങനെ കൈകൂപ്പ് ദൈവത്തിനെ വിളിക്കും. അമ്മ അങ്ങനെ എപ്പോഴും ദൈവത്തിനൊന്നും വിളിക്കില്ല. എനിക്കതൊരു ലാസ്റ്റൊക്കെ ആയപ്പോൾ ഇങ്ങനെ പറയും ദൈവമേ എന്നെ വിളിച്ചൂടെ എന്ന്. അപ്പൊ അവസാനം പനിയായിട്ടൊക്കെ ഒന്ന് മരിക്കുന്നേക്കൊണ്ട് അച്ഛൻ മുന്നേ തോന്നു. അതിനുള്ള അമ്മ നിങ്ങൾ അങ്ങനെ പറയില്ല, അമ്മ അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ പോയില്ല, അമ്മയില്ലല്ലോ പോയി, അച്ഛനല്ല ഇനി അമ്മ അങ്ങനെ വിളിച്ചിട്ട് ഇനി വേറെ ആരെങ്കിലും കൊണ്ടുപോകും, അമ്മ അങ്ങനെ പറയില്ല. അപ്പൊ അങ്ങനെ
പറയാൻ പാടില്ലേ എന്നോട്. അപ്പൊ ഇല്ല അമ്മ അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ അതിന് ശേഷം പറഞ്ഞില്ല. പേടി കൂടുതല, അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കണതും കാണുന്നതും ഒക്കെ പേടി കൂടുതല. അപ്പൊ എന്നോട് ചോദിച്ചു അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ എന്നോട് പറഞ്ഞില്ല പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾ പറയൂ, ഞങ്ങളും മക്കളും മരുമക്കളും ഭാര്യയൊക്കെ ഇല്ല, അവർക്കൊക്കെ എന്തിനും വേദിയാണെന്നു. പിന്നെ അതിന് ശേഷം അങ്ങനെ മരിക്കണമെന്ന് കണ്ടില്ല, ദൈവമേന്ന് വിളിക്കുള്ളൂ. വയ്യാട്ടാ ദൈവമേ എനിക്ക് വയ്യാട്ടാ, ഞാൻ എന്ത് ശാപം ചെയ്ത് തന്നെ ഇങ്ങനെ കെടുത്തിക്കണെന്ന് ചോദിക്കും. അങ്ങനെ തന്നെയാണ് ചേച്ചിയോടേക്ക് അമ്മ ഉറക്കത്തിൽ പോയത്. അമ്മ അറിഞ്ഞിട്ടില്ലെങ്കിൽ അമ്മ ഭാഗ്യം ചെയ്ത ആളാ. പക്ഷെ അമ്മയെ കാണുമ്പോൾ ഉറക്കത്തിൽ പോയൊരു ഫീൽ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതൊരു അച്ഛനും അയ്യല്ലേ അങ്ങനെ ബുദ്ധിമുട്ടോ വെപ്രാളോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനെ കുളിപ്പിച്ചെടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും നോക്കിയപ്പോൾ അച്ഛന് ഓക്സിജൻ അളവിടുന്നു. അപ്പോൾ അച്ഛന് ഓക്സിജൻ കിട്ടണമെങ്കിൽ ശ്വാസം കിട്ടാനിങ്ങനെ വലിക്കണ ഒരു ഫീലൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ പതുക്കെ 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 പ്രഷർ ലോ പ്രഷർ ഇങ്ങനെ പതുക്കെ അങ്ങനെ സൈലൻ്റായിട്ട് പോവുക ചെയ്തു. അങ്ങനെ ബുദ്ധിമുട്ടോ വെപ്രാളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത് അച്ഛനായാലും അമ്മേലും. അപ്പോൾ രണ്ടാളായൊരു കാര്യത്തിൽ ഭാഗ്യം ചെയ്തവരാണ്. അതൊന്നും നമ്മുടെ കണ്ണിൽ മുന്നിൽ കാണിക്കാനും ഭാഗ്യം തന്നെ. ഞാൻ പറയാം സത്യം പറഞ്ഞാൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പോവാറ് തൊടുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും പേടിയുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടില്ല. അപ്പം എൻ്റെ ഭാര്യ വിളിച്ച ശേഷം ഞാൻ പോയിട്ട് അമ്മ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ആദ്യം അമ്മ എന്ന് വിളിച്ചു. അപ്പോൾ അമ്മ ഇങ്ങണ്ടായപ്പോൾ അമ്മയുടെ കൈയും വയറൊക്കെ ഞാൻ തൊട്ട് നോക്കി. അപ്പോൾ കൈ വയറൊക്കെ ചൂടുന്നിട്ട് അമ്മ എന്ന് വെച്ചാൽ ഇങ്ങനെ തിരിച്ചെടുത്ത്. ഇനിയിപ്പോൾ അമ്മ ചെറിയ നിടുപ്പ് അങ്ങനെ ഉണ്ടെങ്കിലാവെന്ന് വെച്ചാൽ ഇങ്ങനെ തിരിച്ചെടുത്തപ്പോൾ അമ്മ അന്ന് വരവ് എനിക്ക് ഭയങ്കര ഷോക്ക്. ഞാനിപ്പോൾ എപ്പോഴും മനസ്സിൽ അമ്മ കൈ കൂപ്പിട്ട് ഇങ്ങനെ വരണ ആ ഒരു നമുക്ക് ലൈഫിൽ അത് ഭയങ്കരമായിട്ട് മനസ്സിൽ ഇങ്ങനെ എപ്പോഴും അമ്മാനെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഞാൻ അമ്മാനെ ഇങ്ങനെ വലിക്കുമ്പോൾ അമ്മ അങ്ങനെ വന്ന ഒരു വരവ് എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പോണില്ല. എൻ്റെ അമ്മയുടെ മരണമായാലും ഞാൻ മുന്നിൽ കണ്ടു. അമ്മ കണ്ണ് കുറേയൊക്കെ രാവിലെ തൊട്ട് അമ്മയ്ക്ക് കൂടി ബോധമില്ലാണ്ട് കിടക്കുന്നു എൻ്റെ അമ്മ. അങ്ങനെ ഞങ്ങൾ രാവിലേക്ക് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കണേ 4-4:30 ആയപ്പോൾ അമ്മ ഒന്ന് കണ്ണ് തുറന്നു. കണ്ണ് വന്നപ്പോൾ ഞാൻ സന്തോഷിച്ചു കേട്ടോ. അമ്മ ഇത്രയും നേരം കണ്ണടിച്ച് ബോധമില്ലാണ്ട് കിടക്കണം അമ്മ. മറ്റുള്ളവർക്ക് അറിയായിരുന്നു അമ്മ എത്ര ടൈം കഴിഞ്ഞ കൂടി ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പെണ്ണുങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അപ്പം അമ്മ കണ്ണു പറഞ്ഞ വെച്ചാൽ അയ്യോ അമ്മ കണ്ണു തുറന്നു എല്ലാവരും വായോ എന്ന് ഞാൻ വിളിക്കും പോകുമായിരുന്നു. അമ്മ കണ്ണു തുറന്നു കണ്ണ് തുറന്നു കണ്ണു ഇങ്ങനെ പതുക്കാണ്. അമ്മ ഒരു വെപ്രാളടിക്ക് ഒരു ബുദ്ധിമുട്ടും അമ്മ അറിയില്ല. അത് എൻ്റെ അച്ഛൻ്റെ മരണവും അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ട്രാൻസ്ഫർ എടുക്കുമ്പോൾ ചേച്ചിയുടെ ഭർത്താവിനെ വിളിച്ചിട്ട് കൈമെന്നെ പിടിച്ചിട്ട് അമ്മേനെയും ഉണ്ണോളേനെയും എന്ന് പറഞ്ഞു നോക്കണം എന്നാണ് പറഞ്ഞത്. ഞാനും അനിയത്തുണ്ടായിരുന്നു. അപ്പം നോക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വെപ്രാളോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ മരണങ്ങളാണ്. എന്നാൽ അച്ഛൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയോണ്ടാണ്. അന്ന് അച്ഛൻ ബുദ്ധിമുട്ടല്ല ഭാഗം വീണതല്ല പേടിച്ചു. അപ്പം അങ്ങനെ ഒരു തോന്നൽ വന്നോണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ കൈ പിടിച്ചിട്ട് അമ്മേനും ഉണ്ണോളേനും അമ്മേനെയും മക്കളേനും ഒരാളെ ഏൽപ്പിക്കുന്ന പോലെ എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനെ അപ്പോൾ ലൈഫിൽ എന്ത് വന്നാലും നമ്മൾ നേരിടണം. എന്തൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഓരോന്ന് ലൈഫിൽ എൻ്റെ അച്ഛനും അമ്മയും പോയി. എൻ്റെ അച്ഛനും അമ്മയും പോയി. ഇനി അച്ഛൻ അമ്മ എന്നൊരു ഇതില്ല അല്ലേ? പറഞ്ഞ ഓർമ്മയുണ്ടായില്ല കേട്ടോ. പഴനിക്ക് പോയത് നമ്മളല്ലേ പോയപ്പോൾ കൊടുത്താൽ മതിയായിരുന്നു. ഇനി പോയാൽ നമുക്ക് അത് ചൂഷണം കാരണം കഴിയാറായെന്ന് അറിയില്ല. അപ്പം ഇനി ഞാൻ വീട്ടിൽ പോട്ടെ എന്ന് വെച്ചാൽ രാവിലെ നേരത്തെ ഇങ്ങനെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകാൻ നമുക്ക് അപ്പോൾ ആരും നെഗറ്റീവ് പറഞ്ഞെങ്കിൽ നാളോട്ട് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കും. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിതൊന്നും പോസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഒന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ നാളോട്ട് ഡേ മൈ ലൈഫ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ഡേ മൈ ലൈഫ് എടുക്കും. കൂടുതൽ നേരം വീട്ടിലില്ലാത്ത കാരണം പിന്നെ വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത നമ്മൾ എടുക്കാത്ത. ഇനി നാളെ പറ്റുകയാണെങ്കിൽ നമ്മൾ എടുക്കും അല്ലേ? അപ്പോൾ പോവാം. എന്നാൽ ശരി, നമുക്ക് നാളെ കാണാം. ഓക്കെ. എല്ലാവരും എന്നെ കളിയാക്കണേ. ഈ ഒരു വീഡിയോ വെച്ചാൽ അമ്മ മരിക്കുന്നേക്കാളും മണിക്കൂറുകൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ.
മരിക്കുന്ന തലേ ദിവസം ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുള്ളത്. എന്താ വെച്ചാൽ ഉച്ച തിരിഞ്ഞ് 3:16 ഈ ഒരു വീഡിയോ ഞങ്ങൾ എടുക്കുന്നത്. അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കുന്ന നേരമായിരുന്നു. അപ്പോൾ തമാശയ്ക്ക് അമ്മയും മോനും എന്തോ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ മോനെ അടിക്കല്ല കേട്ടോ എന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ചിരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുത്താട്ടോ. അപ്പോൾ അമ്മയ്ക്ക് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടപ്പിനെയാണ്. ഇപ്പോൾ ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് അന്നേട്ട് ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് എത്തിക്കണമെന്നുള്ളൂ കേട്ടോ. നമുക്ക് ഒരു തലവണ മതിയാണ് ഇങ്ങനെ മറ്റേ കണ്ണി കണ്ടതൊക്കെ പൊന്തിച്ചാ മതി. മതിയാ മതിയാണ് മതി. അതുകൊണ്ട് എടുത്ത് വെച്ചേ, അതുകൊണ്ട് കുടിക്കട്ടെ.